ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ കാണിക്കുന്നത് പാലക്കച്ചീരയെ കൊണ്ട് എങ്ങനെ കറി ഉണ്ടാക്കാം എന്നാട്ടോ. അതിന് നമ്മൾ ആദ്യം ഒരു ചട്ടി എടുത്തു, അതിലേക്ക് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുത്തു, തക്കാളി, ഒരു ചെറിയ കഷ്ണം തക്കാളി, ഒരു വലിയ ഉള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ടത് നല്ലപോലെ ഇളക്കേണ്ടത് അടുപ്പത്ത് വെച്ചിട്ടോ. പിന്നെ ഈ ചീരൻ്റെ വലിയ തണ്ട് ഉണ്ടല്ലോ, അത് കുറച്ച് വേവുണ്ട്, അത് മാറ്റി വെക്കണം കേട്ടോ. അത് വേറൊരു പാത്രത്തിലോട്ട് ഇട്ടേക്കട്ടെ. പിന്നെ കുറച്ച് നേരത്തെ വേവുണ്ട്, ആ തണ്ട് കുറച്ച് വലുതായോണ്ടേ അങ്ങനെ അത് മാറ്റി വെച്ചു. ഇനി മറ്റതും കൂടി എരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഇതിന് കുറേ ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ചീരക്ക്. നമ്മുടെ ശരീരത്തിന് എനർജിക്കൊക്കെ പറ്റണം കേട്ടോ അത്. അങ്ങനെ നമ്മൾ ഇതൊക്കെ ചെറുതാക്കി എരിഞ്ഞ് വെച്ചു. ഇതൊരു തള തിളക്കാനുള്ളൂ, അപ്പോൾ പിന്നെ കുറച്ച് ചെറുതാക്കി എരിഞ്ഞ് മാറ്റി വെക്കട്ടെ കേട്ടോ. അങ്ങനെയൊക്കെ മാറ്റി വെച്ചു. അപ്പോഴത്തേന് നമ്മൾ അടുപ്പത്ത് വെച്ചിന് ചട്ടി തുറന്ന് നോക്കിട്ടോ. അപ്പോൾ ഒന്ന് ആയിനോ നോക്കി, അപ്പോൾ ആയിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി മൂടി വെച്ചു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം നമ്മൾ ആ എരിഞ്ഞ് വെച്ച വലിയ തണ്ടുണ്ടല്ലോ, അതിട്ട് കൊടുത്തു. വീണ്ടും അടച്ചു വെച്ചു. 10 മിനിറ്റ് നേരം വേവിച്ചെടുത്തിട്ടോ. അപ്പോഴത്തേന് നമ്മൾ അതിൽ അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങ ചിരണ്ടിയതും ഉണ്ട്, ഒരു 5-6 അല്ലി ചീരുള്ളി ഉണ്ട്, കുറച്ച് നല്ലരി ഇട്ടാണ്ട് നല്ല പോലെ അടിച്ചെടുത്തിട്ടോ. അങ്ങനെ നമ്മൾ അത് അടിച്ചെടുത്തപ്പോൾ തന്നെ ഇവിടെ നല്ല പോലെ ആയിന് കേട്ടോ. അപ്പം നമ്മളതിക്ക് ചീര ഇട്ട് കൊടുത്താണ്ട് ഒരു കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്തു. എന്നിട്ട് നമ്മൾ അരിപ്പയ്ക്ക് പാർന്നു കൊടുത്തു. ആ മിക്സിൻ്റെ ജാർക്ക് തന്നെ കുറച്ചും കൂടി വെള്ളം പാർന്നാണ്ടേക്ക് പാർന്നു കൊടുത്തിട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറി കേട്ടത്. അപ്പോൾ നമ്മൾ വറവിട്ടെടുക്കണ്ടേ, അതിന് വേണ്ടിയാണ്ട് നമ്മളൊരു ചീഞ്ചട്ടി അടുപ്പിലോട്ട് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ പാർന്നു. എന്നിട്ട് കടുകിട്ടു, കറിവേപ്പില ഇട്ടു, വലിയ ഉള്ളി ഇട്ട് നല്ല പോലെ ബ്രൗൺ കളറാണ് വരെ ഇളക്കി കൊടുത്തു. എന്നിട്ട് നമ്മൾ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ കറിക്ക്. ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും. അങ്ങനെ ഇനി നമ്മൾ കഴിക്കട്ടെ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യട്ടെ.